അപ്രതീക്ഷിതമായി ആനന്ദബോസ് എന്ന് പറഞ്ഞ മലയാളിയായ ബംഗാളിൽ നിയമിക്കപ്പെട്ടിരുന്ന ഗവർണറെ പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ സ്ഥാനത്തേക്ക് തമിഴ്നാട്ടിൽ പേരുകേട്ട അല്ലെ സ്വല്പം കുപ്രസിദ്ധി എന്ന് പറയാനും കുഴപ്പമില്ല, ഗവൺമെൻറ്റുമായിട്ട് എന്നും അടിയായിരുന്ന രവി കേണൽ രവിയെയാണ് ആ സ്ഥലത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ ആനന്ദബോസിനെ ബംഗാളിൽ നിന്ന് മാറ്റുന്നത് അവിടെ പൗരത്വ രജിസ്ട്രേഷൻ, പുതിയ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മമതയും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളും തമ്മിൽ ഏറെക്കുറെ കൈകൊണ്ടുള്ള ഫൈറ്റ് വരെ എത്തിയ സന്ദർഭങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മുട്ടി യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ പരിസ്ഥിതിയിൽ ബംഗാൾ വരാൻ പോകുന്ന ബംഗാൾ ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയാണോ ഈ ഓൾ ഓഫ് എ സഡൻ ഈ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തത് എന്നൊരു സംശയം. അത് സാറിന് കുറേ കൂടെ വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഈ CV ആനന്ദബോസ് ബംഗാൾ പോലുള്ള വലിയൊരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയത് വലിയൊരു അത്ഭുതമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ ഇലക്ഷന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റുന്നതും ഒരു അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞാൽ CV ആനന്ദബോസ് എന്ന വ്യക്തി BJPയിൽ ചേർന്ന് വളരെ വേഗത്തിൽ ആണ് അദ്ദേഹത്തിന് ആ വലിയ പൊസിഷൻ കിട്ടിയത്. CV ആനന്ദബോസ് പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു. നമ്മുടെ പഴയ മുഖ്യമന്ത്രി കരുണാകരന്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വർഷങ്ങളിരുന്നു. കരുണാകരനുമായിട്ട് വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് കേന്ദ്രത്തിലെ ഗതാഗത സെക്രട്ടറി ഒക്കെ ആയി. പിന്നീട് അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം കേന്ദ്രത്തിൽ എനിക്ക് തോന്നുന്നു ഉന്നത പദവിയിൽ തന്നെയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് തന്നെയാണ് ഇരുന്നത്. റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം BJPയുമായിട്ട് RSSുമായിട്ട് അദ്ദേഹം സഹകരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിനെ ഗവർണറാക്കിയത് RSSന്റെ നിർദ്ദേശമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ബംഗാളി പഠിച്ച് ബംഗാളി പ്രസംഗിച്ച് അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചു. അതൊരു അദ്ദേഹത്തിന് അവിടെ ചെന്നൊരു മാർക്കുണ്ടാക്കാൻ പറ്റി സാമൂഹ്യ ജീവിതത്തിൽ. ഇപ്പം അദ്ദേഹത്തിനെ പിന്നെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തപ്പോഴും നമ്മൾ അതിശയിച്ചു, അത്ഭുതപ്പെട്ടു. ഇപ്പൊ പെട്ടെന്ന് ഇന്നലെ ഡൽഹിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ട്. അതിനുശേഷം അദ്ദേഹം തന്നെയാണ് ഈ CV ആനന്ദബോസ് തന്നെയാണ് PTIയോട് സംസാരിച്ചു, ഞാൻ രാജിവെച്ചു എന്ന്. തലസ്ഥാനത്തേക്ക് വരുന്നത് അങ്ങ് പറഞ്ഞ പോലെ കേണലല്ല, അദ്ദേഹം IPS ഓഫീസറായിരുന്നു. RN രവി. RN രവിയും കേരളവുമായിട്ട് ബന്ധമുള്ള ആളാണ്. RN രവി കേരള കേഡർ ഓഫീസറാണ്. ഇവിടെ അജിത് ദോവാല് കേരള കേഡർ ആയിരുന്നു, RN രവിയും കേരള കേഡർ ഓഫീസറായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം, ഈ കേരളത്തിലെ പോലീസിന്റെ പരാതിപ്പെട്ടി എന്നൊരു സംവിധാനം കൊണ്ടുവന്നത് RN രവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്നോവേഷനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു 78 ആയിരിക്കണം അദ്ദേഹം അന്ന് പിന്നെ ആദ്യമായിട്ട് സർവീസിൽ കയറുന്നത്. ആ ഒരു 80നോട് അടുപ്പിച്ചുള്ള ഒരു കാലഘട്ടമാണ്. 75 തൊട്ട് 78 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്നുമാണ്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത അതിൽ നോവലല്ല, RN രവിയാണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയൻ എന്താണ് പിന്നെ മുണ്ടിനുള്ളിൽ സാധിച്ചു എന്നൊക്കെയാണ് രവി നടന്ന കാര്യമാണെന്നാ പറയുന്നത്. അതെ, ഇത് ശരിയായിരിക്കാം. കാരണം നമ്മൾ ഈ കാണുന്ന വീരശൂര പരാക്രമി അത്ര വലിയ വീരശൂര പരാക്രമി ഒന്നും അല്ല എന്ന് ഒരിക്കൽ വീക്ഷണത്തിന്റെ പണ്ട് കാസർഗോഡ് ലേഖനായിരുന്ന അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ഈ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, ഈ പിന്നെ ഇദ്ദേഹം പറയുന്ന പോലുള്ള വീരശൂരയൊന്നും അല്ലായിരുന്നു, K. സുധാകരനായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു വലിയ ശക്തനായ നേതാവ്. പിണറായി വിജയൻ ഈ പറഞ്ഞു സാറിനൊക്കെ അറിയായിരിക്കും, അവിടെ ഈ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ KSUSF രണ്ടും നല്ല സ്ട്രോങ് ആയിരുന്നു. അന്ന് ഇവരെക്കാളൊക്കെ പ്രഗത്ഭന്മാരായ രണ്ട് നേതാക്കന്മാർ CPMനുണ്ടായിരുന്നു, MV രാഘവനും MV രാജഗോപാലും MLA ആയിരുന്നു. ഇവരവിടെ ഉള്ളപ്പം ഇവരുടെ തലശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ ഉള്ളപ്പം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ KSUക്കാർ പോയി അടിച്ചിട്ട് ഇവർ മുണ്ടിട ഉടുക്കാതെ ഓടേണ്ടി വന്നു അവിടെ. ഈ CPMന്റെ ഏറ്റവും പ്രഗത്ഭരായ നടന്ന സംഭവം. അല്ല, അത് അത്ഭുതമൊന്നുമില്ല. പുതിയ നറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ പിണറായി വിജയൻ ഒരു വീരശൂര പരാക്രമിയായി. അത് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോ ഇപ്പോഴ് മമതാ ബാനർജി ഈ ഒരു മാറ്റത്തെ പെട്ടെന്ന് അവരതിൽ പ്രതികരിച്ചിട്ടുണ്ട്. മമത ആനന്ദബോസുമായിട്ട് വലിയ പിന്നെ സംഘർഷത്തിലായിരുന്നു. ആനന്ദബോസ് ഇടയ്ക്ക് അവരെ ലേഡി മാക്ബത്ത് എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. ഈ ഷേക്സ്പിയറുടെ കഥാപാത്രം വലിയ എന്താണ് സ്കീമിങ് കണ്ണിങ് ആയിരുന്ന ലേഡി മാക്ബത്തിനോട് ഉപമിച്ചിട്ടുണ്ട്.
ആനന്ദബോസ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മമതയുമായിട്ട് ഒരു തരത്തിലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ആനന്ദബോസിനുണ്ടായിരുന്നു. അപ്പൊ ആനന്ദബോസിന് ബംഗാളി പഠിച്ചതൊക്കെ മമതയെ സംബന്ധിച്ച് വലിയൊരു അവരതിനെ ബഹുമാനിച്ചിരുന്നു. ബംഗാളിയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇലക്ഷനിൽ ഒരുപാട് അട്ടിമറികൾ കാണിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ ആനന്ദബോസ് ഒരിക്കലും അനുവദിക്കത്തില്ല. അതാണ് ആനന്ദബോസിനെ മാറ്റിയതെന്നും തന്നോട് ആലോചിക്കാതെ RN രവി അവിടെ കൊണ്ടുവന്നത് ഭരണഘടന അനുശാസിക്കുന്ന ഗൈഡ് ലൈൻസിന് വിരുദ്ധമാണെന്നും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ അതുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമാണെന്നും മമത ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആനന്ദബോസ് ആകട്ടെ മിണ്ടുന്നില്ല. പക്ഷേ വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിലൂടെയാണ് ബംഗാൾ ഇനി വരാനിരിക്കുന്നതെന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെക്കുകയാണ്. അദ്ദേഹം രാജ്യസഭയിൽ ബീഹാർ മുഖ്യമന്ത്രി, ക്ഷമിക്കണം, ബംഗാളല്ല, ബീഹാർ. അപ്പൊ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ അവിടെ നിന്നും മാറ്റി രാജ്യസഭയിൽ കൊണ്ടുവരുമ്പോൾ BJP മുഖ്യമന്ത്രി വരാൻ പോവുകയാണ് ബീഹാറിൽ. ബംഗാളിനോടുള്ള അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഈ ബീഹാർ, ഒരുപാട് ഹിന്ദി സംസാരിക്കുന്ന ബീഹാറികൾ ബംഗാളിലുണ്ട്. അതുപോലെ ഒരുപാട് ബംഗാളികൾ ഉത്തർപ്രദേശിൽ, മധുരയിൽ താമസിക്കും. ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലുണ്ട്. ഇങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് അവിടെ. അപ്പോ ഈ RN രവിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ബീഹാറിയാണ്. ബീഹാറിയായ RN രവിക്ക് ബംഗാളിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ നന്നായിട്ട് അറിയാം. അപ്പോ അവിടെ ഇടപെടലുകൾ നടത്താൻ ആനന്ദബോസിനേക്കാൾ നല്ല ആള്, അല്ലെങ്കിൽ കേന്ദ്രത്തിന് പറ്റിയ ആള് RN രവിയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി അവിടെ മറ്റു ചില സംഭവ വികാസങ്ങളുണ്ട്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം പഴയ രീതിയിലുള്ള ഒരു ഊഷ്മള ബന്ധത്തിൽ നിന്നും മാറിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ പുതിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിനോളം ഇന്ത്യ വിരുദ്ധൻ അല്ലെങ്കിലും ഈ പരിപൂർണമായിട്ട് ഷെയ്ഖ് ഹസീനയുടെ ഒരു കാലത്ത് നിലനിന്ന ബന്ധത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ഒരുപാട് സുരക്ഷാ വെല്ലുവിളികൾ അവിടെ ഉണ്ട്. RN രവിയെ പോലെ ഒരാൾ തീർച്ചയായിട്ടും ഒരു പഴയ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും വളരെ ശക്തനായ ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം നാഗാലാൻഡിലെ മിസോറാം ഗവർണറൊക്കെ ആയിരുന്നു. അപ്പോ ഇൻസർജൻസിയെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് RN രവി. ഏതാണ്ട് സെമി മിലിറ്ററി, ഇപ്പം അങ്ങ് കേണലെന്ന് പറഞ്ഞെങ്കിലും അത് അറിയാതെ പറഞ്ഞതാണെങ്കിൽ അതിലൊരു വാസ്തവം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആൾ യഥാർത്ഥത്തിൽ പട്ടാളത്തിൽ പോകേണ്ട ആളാണ്, പോലീസുകാരനല്ല. പോലീസിന് അപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു സാധാരണ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസുകാരനല്ല. അദ്ദേഹത്തിന്റെ സർവീസിൽ കൂടുതലും അദ്ദേഹം അതിർത്തികളിലെ BSFലും ഒക്കെ കമാൻഡന്റും അങ്ങനെ ഡയറക്ടർ ജനറലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ബംഗാൾ ഇലക്ഷനിൽ BJPയെ സംബന്ധിച്ച് ഇപ്രാവശ്യം വളരെ നിർണായകമാണ്. ഇപ്പം ഈ SIRന്റെ കാര്യം പറഞ്ഞല്ലോ. SIR ബംഗാളിൽ ചില പ്രശ്നങ്ങൾ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ അവരെ പുറത്താക്കിയതിനോട് വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കുന്ന ആളാണ്. പക്ഷെ അതേസമയം അവിടെ ഒരു ചെറിയ പ്രശ്നം BJPക്കും സംഭവിച്ചിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിൽ നിന്നും അഭയാർത്ഥികളായി എത്തി ഇന്ത്യയിൽ താമസിക്കുന്ന, ഇതുവരെ പൗരത്വം കിട്ടാത്ത ഹിന്ദുക്കളുടെ വോട്ടും ഈ SIRന്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് ആരോപണമുണ്ട്. മമതാ ബാനർജി അത് ആരോപിച്ചിട്ടുണ്ട്. രണ്ട് വിഭാഗം ആൾക്കാരാണ് മുഖ്യമായിട്ടും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതല്ല, അഭയാർത്ഥികളായിട്ട് എത്തിയത് ഹിന്ദുക്കൾ. ഒന്ന് മാട്ടുവകൾ, രണ്ട് രാജബോൻസികൾ. ഈ മാട്ടുവ എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അവര് വലിയൊരു ഗ്രൂപ്പാണ്. എനിക്ക് തോന്നുന്നു ബംഗാളിലെ 1 കോടിയോളം മാട്ടുവകളുണ്ട്. ഒട്ടും പിറകിലല്ല രാജ്ബോൻസികൾ. അവരും ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് അവിടെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ രാജ്ബോൻസികൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒന്നും അല്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ ഏത് ജാതിയും OBC ആണെന്ന് പറയുന്നത് പോലെ കൂട്ടിയാൽ മതി. ഇവര് രാഷ്ട്രീയം ഒരു എണ്ണം കൊണ്ട് വലിയൊരു സമുദായം എന്നുള്ള നിലയിൽ അവർ പിടിച്ചു വാങ്ങിച്ച ഒരു ടൈറ്റിലാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്. എനിക്ക് രാജ്ബോൻസികളിൽ പല ആൾക്കാരെയും അറിയാം. കാരണം രാജ്ബോൻസികൾ ബീഹാറിലെ നളന്ദ ജില്ല, ആസാം, ലോവർ ആസാം, ബംഗാൾ, ഈ 3 സംസ്ഥാനങ്ങളുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. അവരിലെ ചില ആൾക്കാരുടെ
ആൾക്കാർക്കും ഈ SIR വന്നപ്പം വോട്ട് നഷ്ടപ്പെട്ടു. ഇത് BJPക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ പലരുടെയും വോട്ട് പുനഃസ്ഥാപിച്ചു. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടലിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് കേന്ദ്രത്തെ അറിയിക്കാതിരുന്നത് അല്ലെങ്കിൽ എവിടെയോ അദ്ദേഹത്തിന് പാളിച്ച പറ്റിയോ എന്നുള്ള ഒരു ആരോപണം ആനന്ദബോസിനെതിരെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് വലിയ കൃത്യമായ തെളിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരു പക്ഷേ അതായിരിക്കാം. അതായത് ഈ പിന്നെ ബംഗ്ലാദേശിലെ മുസ്ലിം കുടിയേറ്റക്കാരെ, അനധികൃത കുടിയേറ്റക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയ കൂട്ടത്തിൽ ഹിന്ദുക്കളും പുറത്താക്കപ്പെട്ടു. അതിൽ രാജ്ബോൻസികളും മാട്ടുവ സമുദായക്കാരും പെട്ടു. ഇത് BJPക്ക് വലിയ തലവേദന. യഥാർത്ഥത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഈ രാജ്ബോൻസികളും മാട്ടുവകളുമാണ്. അതെ അതെ അതെ. അപ്പോ ഈ ആസാമിലെ എനിക്കറിയാം ഈ രാജ്ബോൻസികൾ കടുത്ത ഹിന്ദുക്കളാണ്. നമ്മൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യണ്ട. ഈ അവരെ സംബന്ധിച്ച് പശു അവരുടെ വലിയ ദൈവമാണ്. അത് പശുമാംസം വിൽക്കുന്ന ഒരു കടയിലേക്കും ഒരു രാജ്ബോൻസിയും കയറില്ല. നിങ്ങൾ പശുമാംസം കഴിച്ചു എന്നറിഞ്ഞാൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ തന്നെ അവർ ഗോമാത എന്നാണ് അവർ വിളിക്കുന്നത്. അവര് കടുത്ത വൈഷ്ണവ സമ്പ്രദായക്കാരാണ് ഈ രാജ്ബോൻസികൾ, വൈഷ്ണവേറ്റ്സ് ആണ്. മാട്ടുവകള് പിന്നെ അവരും അതേ രീതിയിൽ തന്നെ കടുത്ത മതാചാര, അവർക്കൊരു ഗുരുവൊക്കെ ഉണ്ട്. ആ ഗുരുവിനെ കാണാൻ ചെന്നിട്ട് നരേന്ദ്രമോദി തറയിലിരുന്നാണ് അവരോട് സംസാരിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ മാട്ടുവകളുടെ ഒരു ക്ലൗട്ട്, ഇലക്ട്രൽ ക്ലൗട്ട്. അപ്പൊ മമത മോദി അവിടെ ചെന്നു എന്ന് കണ്ടപ്പോ മമത അതിന്റെ പുറകെ ഓടി അവിടെ ചെന്നു. മമതയും അവിടെ തറയിലിരുന്ന് സംസാരിച്ചു. അപ്പൊ ഇപ്പൊ മാതാ അമൃതാനന്ദമയ്യെ പോലെ ഒരു ഗുരു ഉണ്ട് അവർക്ക്, ഒരു സ്ത്രീയാണ്, ഞാൻ അവരുടെ പേര് മറന്നുപോയി. ഈ മാട്ടുവകൾക്ക്, രാജ്ബോൻസികൾക്കും അതേപോലെ തന്നെയാണ്. ഈ രാജ്ബോൻസികൾക്ക് ഒരാവശ്യമുള്ളത്, അവർക്ക് പൗരാണിക കാലത്ത് ഈ ബീഹാറിന്റെയും ആസാമിന്റെയും ബംഗാളിന്റെയും ഭാഗം ചേർന്നിട്ട് കമതാപൂർ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കമതാപൂർ രാജ്യം പിന്നീട് അഹോം എന്ന് പറയുന്ന ആൾക്കാര് ആസാം പിടിച്ചെടുത്തപ്പോൾ കമതാപൂർ ഈ രാജ്ബോൻസികളുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ രാജ്ബോൻസി എന്ന് പറയുന്നെങ്കിലും അതിന്റെ മലയാളീകരിച്ച് ഞാനത് പറഞ്ഞാൽ ആ വാക്ക് മലയാളത്തിൽ ഉച്ചരിക്കേണ്ടത് രാജവംശി എന്നാണ്. രാജ്ബൻസി എന്ന് ബംഗാളിയിൽ ബോൻസി എന്ന് പറയുന്നത് വംശി എന്നുള്ളത് ഇതിന്റെ ബംഗാളി ഉച്ചാരണമാണ്. അപ്പം ഈ ഒരു യാഥാർത്ഥ്യം അവിടെ രാജ്ബോൻസികളെ ഈ പിന്നെ നമ്മുടെ ആനന്ദബോസ് ബംഗാളിലെ ജനതയെ രണ്ടായിട്ട് അവര് എപ്പോഴും തിരിക്കും. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരിച്ചപ്പോഴും ഇപ്പൊ പിന്നീട് മമതയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നതും ഭദ്രലോക് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഭദ്രലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാസമ്പന്നരായ അവിടുത്തെ ഉന്നത ബംഗാളികളാണ് ഈ ഭദ്രലോക്. ഈ ഭദ്രലോക് എന്ന് പറയുന്ന ആൾക്കാരാണ് ബംഗാളിനെ നിയന്ത്രിക്കുന്നത്. അവർ നഗരങ്ങളിൽ വസിക്കുന്ന, അതിൽ ജാതി അല്ല. ബംഗാള് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ പോലെ അല്ല, ജാതിയിലുപരി ക്ലാസ് ആണ് ഭദ്രലോകിന്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പൊ ഈ ഭദ്രലോകാണ് ബംഗാളിനെ നിയന്ത്രിക്കുന്നത്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകമഴിഞ്ഞ പിന്തുണ കൊടുത്തിരുന്നത് ഭദ്രലോകാണ്. അതിനുശേഷം അവരിപ്പം മമതയുടെ കൂടായി. പക്ഷേ BJPക്ക് മനസ്സിലായി അത്ര പെട്ടെന്ന് ഭദ്രലോകിനെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ BJPയുടെ മറുതന്ത്രമായിരുന്നു ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട രാജ്ബോൻസികളെയും മാട്ടുവകളെയും കൂടെ ചേർക്കുക. അവർ ഭയങ്കര പരമായിട്ട് ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഭദ്രലോക ആചാരങ്ങളിലോ മതത്തിലോ ഒന്നും വലുതായിട്ട് വിശ്വസിക്കുന്നില്ല. അവർ ബംഗാളികൾ വലിയ പുരോഗമന ചിന്താഗതിക്കാരാണ്. അപ്പോൾ അവരെ നേരിടാൻ ഈ പറയുന്ന രാജ്ബോൻസികളെയും മാട്ടുവകള് 1 കോടിയോളം ഉണ്ട്. രാജ്ബോൻസികൾ ഏതാണ്ട് 80 ലക്ഷത്തിലധികം ഉണ്ട്. എണ്ണം കൊണ്ട് ഭദ്രലോക അത്രയൊന്നും ഇല്ല, ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവര്. പക്ഷെ അവരുടെ അധികാരവും ഇൻഫ്ലുവൻസും ഉണ്ട്. അധികാരവും പണവും ഒക്കെ അവരുടെ കയ്യിലാണ്. ഇൻഫ്ലുവൻഷ്യലാണ്. ഇങ്ങനെ ഒരു ഇന്റേണൽ സ്ട്രഗിൾ ഉണ്ട്. അപ്പൊ ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആനന്ദബോസിനെ പോലുള്ളവരുള്ള ഒരാളെ ഐഡന്റിഫൈ ചെയ്തത് ഈ ഭദ്രലോകമായിട്ടാണ്. ഭദ്രലോകിന്റെ ഒരു ഭാഗമാകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ പേരും ഒക്കെ അതിന് അനുയോജ്യമാണ്. ബോസ് എന്നുള്ള പേരുണ്ടല്ലോ. അപ്പോ ഈ അദ്ദേഹം കൂടുതൽ ബംഗാളി ആവാൻ ശ്രമിച്ചത് പാരയായി എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ബംഗാളിന്റെ ഭാഗമാകാൻ ബംഗാളി സംസാരിച്ചു, ഭദ്രലോക ആകാനും ശ്രമിച്ചു.
അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് മാട്ടുവ രാജവംശി ആൾക്കാർക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏഹ് ഇങ്ങനെ സൂക്ഷ്മമായ ഒരു സാമൂഹിക വിശകലനം BJP സത്യത്തിൽ വളരെ സൂക്ഷ്മമായ സാമൂഹിക എഞ്ചിനീയറിംഗിലൂടെയാണ് വടക്കേ ഇന്ത്യയും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും ഒക്കെ അധികാരം പിടിച്ചെടുത്തത്. ഈ ആസാമിൽ ലോവർ ആസാമിലുള്ള രാജവംശികളാണ് മുസ്ലിങ്ങളുടെ ഒരു ഇൻഫ്ലക്സിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നത്. കാരണം രാജവംശികളുടെ ഭൂമി അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പർ ആസാമിൽ യഥാർത്ഥത്തിൽ അഹോംസ്, പിന്നെ കർബികള്, ഗാരോ ഇവരൊക്കെ താമസിക്കുന്ന അപ്പർ ആസാമിൽ. ഈ അപ്പർ ആസാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്ര വലിയ മുസ്ലിം പിന്നെ പ്രാതിനിധ്യമില്ല, പോപ്പുലേഷൻ വളരെ കുറവാണ്. പക്ഷെ ലോവർ ആസാമിൽ ഇപ്പൊ ധൂബ്രി, ബൊങ്കൈഗാവ്, പിന്നെ അതുപോലുള്ള കുറെ ഞാൻ എല്ലാ ജില്ലകളുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോ ഞാൻ ധൂബ്രിയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പൊ അവരൊക്കെ പറയും, അവരൊക്കെ നമ്മളോട് ഭയങ്കര ദേഷ്യത്തിൽ പറയും, ഇന്നലെ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പം അവിടുത്തെ കാട്ടിലെ ഒരു 100 പേര് പെട്ടെന്ന് തന്നെ കുടിൽ കെട്ടി താമസിക്കും, ഒറ്റ രാത്രി കൊണ്ട് അവിടെ കുടിലുകൾ ഉയരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ബ്രഹ്മപുത്ര നദി പലപ്പോഴും മൊത്തം ഫെൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ബ്രഹ്മപുത്ര നദിയിലൂടെ ഇവർ ക്രോസ് ചെയ്ത് വരും. ചില എന്തോ വള്ളത്തേല്. അപ്പൊ അതിനൊരു സഹായകരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ടെന്ന് അവർ പറയുന്നത്, ഈ മത്സ്യത്തൊഴിലാളികൾ ബഹുഭൂരിപക്ഷം മുസ്ലിംസ് ആണ് ഈ ആസാമില്. പക്ഷെ ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാളിൽ ഹിന്ദുക്കളുണ്ട്. ദാസ് എന്ന പേരുള്ള ഒരു മത്സ്യത്തൊഴിലാളികളാണ്. ദാസ് എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവർ ഹിന്ദു മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മതം, വലിയ ശക്തമാണ് മതത്തിന്റെ സ്വാധീനം. അപ്പൊ ഈ മതം ഉപയോഗിച്ചാണ് അവർ ഈ ബംഗ്ലാദേശ് കുടിയേറ്റത്തെ അവർ പ്രതിരോധിക്കുന്നത്. കാരണം അവരുടെ ഐഡന്റിറ്റി അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. നമ്മൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലൊക്കെ പല മാധ്യമപ്രവർത്തകരും ചിന്തിക്കുന്ന ഒരു രീതിയിലല്ല അവിടുത്തെ ഗ്രാസ് റൂട്ട് റിയാലിറ്റീസ്. ആസാമിൽ അങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത്. അല്ലെങ്കിൽ BJP പോലൊരു പാർട്ടിക്ക് ആസാമിൽ പോയിട്ട് അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ല. ഈ സൂക്ഷ്മവശങ്ങൾ ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞ് അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിയിട്ടു. ഇപ്പൊ ജനാധിപത്യം അതൊന്നും ചോദിക്കണ്ട. ഇപ്പൊ ഞാൻ അതിലൂടെ കടന്നിട്ട് നമുക്ക് ചർച്ച നടത്താം, സമയം ഒത്തിരിയായി. അപ്പൊ ഞാൻ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പം മമത ചോദിക്കുന്ന പോലെ ഇത് ജനാധിപത്യത്തിനെതിരാണ്. അത് എനിക്കും യോജിപ്പാണ്. ജനാധിപത്യം ഒന്നും വലുതായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം ഇപ്പൊ കേന്ദ്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെ വലിയ ജനാധിപത്യം ഒന്നുമില്ല. അമിത്ഷായും മോഡിയും അവരുടെ ഓഫീസുകളിൽ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ബാക്കി മന്ത്രിമാർക്ക് പോലും വലിയ പ്രസക്തി ഒന്നുമില്ല. സുരേഷ് ഗോപിയെ പോലൊക്കെയുള്ള ആൾക്കാർ പെട്ടെന്ന് ഹൃദയം പൊട്ടുന്ന അതുകൊണ്ടാണ്. അവർക്ക് അവിടെ പോയിട്ട് വലിയ ഒന്നുമില്ല. എന്തോ പറയുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തോണം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയും, നിങ്ങൾ അവിടെ ചെയ്തോണം, ഈ അധികാരമൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നാൽ മതി, റിസ്ക് ഒക്കെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ സമീപനം. അത് ഒരുപക്ഷെ അവർ പറയുന്നത് അങ്ങനെ ഒരു റൂത്ത്ലെസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ബംഗാളിന്റെ ഡെമോഗ്രഫി മുഴുവൻ മാറിപ്പോകും എന്നുള്ള അവസ്ഥയാണെന്നാണ്. എന്തായാലും ശരി, ഇതൊരു വലിയ കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ്. ബീഹാറിൽ BJP മുഖ്യമന്ത്രി വരികയാണ്. അതിന്റെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും. BJP ദേശീയ അധ്യക്ഷനെ ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നതും അതിന്റെ നിതിൻ നബീനെ അവിടെ കൊണ്ടുവന്നതും ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ്. അത് അതായത് മമതാ ബാനർജി ആനന്ദബോസുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ആനന്ദബോസിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. മമത ഞാൻ ഒപ്പിടിയല എന്ന് എനിക്ക് വിയോജിപ്പുള്ള ഫയലാണെന്നറിഞ്ഞാൽ പോലും മമത ആ വിഷയം ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തയ്യാറായിരുന്നു. അംഗീകരിക്കണമെന്നില്ല, പക്ഷേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് ആ വിഷയം. അതെല്ലാവരും കാണിക്കുന്നൊരു മാന്യതയല്ല. ഒരുമിച്ച് വന്ന് എതിർപ്പുള്ള ഫയൽ വരെ ഡിസ്കസ് ചെയ്യും മമത ഉദ്ദേശിക്കുന്ന ചെയ്യുള്ളൂ. പക്ഷേ ഡ്യൂ റെസ്പെക്ട് മമത രാഷ്ട്രീയത്തിന്റെ താഴെ തട്ട് തൊട്ട് പ്രവർത്തിച്ച് ബംഗാളിനെ കൈവെള്ളയിലെ നെല്ലിക്ക, അതായത് കരതല അമലകം പോലെ ബംഗാളിനെ അറിയാവുന്ന സ്ത്രീയാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പത്രക്കാരുണ്ട്. ഞാൻ കാരവാനിൽ ഡൽഹിയിൽ ജോലി ചെയ്യുമ്പോൾ സാഗർ സെൻ ഗുപ്ത എന്നൊരാൾ എൻ്റെ ബ്യൂറോ ചീഫായിട്ടിരുന്നു. അപ്പോൾ സാഗറിന്റെ പിതാവ് ബീഹാറിലെ CPI സംയുക്ത പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അപ്പൊ സാഗർ എന്നോട് പറയും, അപ്പൊ സാഗർ കൽക്കട്ടയിലാണ് താമസിക്കുന്നത്, സാഗർ ബംഗാളിയാണ്. അപ്പൊ സാഗർ എന്നോട് പറയും, ഇപ്പൊ അദ്ദേഹം ഇടക്കാലത്ത് പയനിയറിന്റെ എഡിറ്റർ ആയിരുന്നു അവിടെ. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ദീദിയുടെ വീട്ടിലെ അടുക്കളയിൽ വരെ നമുക്ക് കയറാം, അടുക്കളയിൽ വരെ പത്രക്കാർക്ക് കയറാം. ദീദി അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ നേരിട്ടതും മാർക്സിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കിയതും മമതയാണ്.
കാരണം മമതയുടെ അത്ര ഗ്രാഫിലുള്ള പോരാളിയാണ്, വലിയ പോരാളിയാണ്, ഫൈറ്റർ ടു ദ കോർ. റൈറ്റേഴ്സ് ബിൽഡിങ്ങിന് മുമ്പിൽ വെച്ച് അവരെ തലയടിച്ച് പൊട്ടിച്ച് അവർ മരിക്കാറായതാണ്, അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു. അവർ ആനന്ദബോസ് പോരാളിയാണ്, ഒരു സംശയം. ഒരു ചോദ്യം ചോദിച്ചിട്ട് നിർത്താം നമുക്ക് സമയം. ആ ആനന്ദബോസ് തൃണമൂൽ കോൺഗ്രസ് കാൻഡിഡേറ്റായിട്ട് രാജ്യസഭയിലേക്ക് വല്ല വരുമോ നിയർ ഫ്യൂച്ചറിൽ? എനിക്ക് തോന്നുന്നില്ല. കാരണം ആനന്ദബോസ് നമ്മൾ വിചാരിക്കുന്ന പോലെ വൈകാരികമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. ആനന്ദബോസ് കൃത്യമായ ഒരു തീരുമാനങ്ങളും കൃത്യമായ അജണ്ടയുമുള്ള ആളാണ്. അദ്ദേഹത്തിന് ബി ജെ പിയുടെ നേതൃത്വത്തിന്, അദ്ദേഹത്തിന് തൽക്കാലം എൻ്റെ ഒരു തോന്നലിൽ അദ്ദേഹത്തിന് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയം മാറും, പെട്ടെന്ന് മമതയുടെ കൂടെ ചേരും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് ഇതിനൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ രണ്ടുപേരോടും ഒപ്പം നിൽക്കേണ്ട ഈ രണ്ട് കൂട്ടരും അത്ര എളുപ്പമല്ല കൈകാര്യം ചെയ്യാൻ. ആനന്ദബോസ് പണ്ട് കോൺഗ്രസുമായിട്ട് അടുത്ത് നിന്ന കാലമല്ല ഇത്. പക്ഷെ കോൺഗ്രസിലായിരുന്നെങ്കിൽ മാനാട്ട് കോളേജിലാണ് പഠിച്ചിരുന്നത്, കൈ കോളേജില്. അതെ അതെ, അന്നൊക്കെ അദ്ദേഹത്തിന് വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പിന്നെ അവിടെ തൃണമൂലിൽ പോയാൽ മമതയുടെ കാലേ വീഴണം, ബി ജെ പിയിൽ നിന്നാൽ അമിത്ഷാ പറയുന്നത് കേട്ടേ പറ്റും. അപ്പോ മിക്കവാറും അദ്ദേഹം തൽക്കാലം മിണ്ടാതിരിക്കത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ആനന്ദബോസായിട്ട് തന്നെ നിലനിൽക്കും. തീർച്ചയായിട്ടും അങ്ങനെ നിലനിൽക്കും. അടുത്ത അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. അത്ര ബുദ്ധിമാനായ ആളാണ്, അതുകൊണ്ടാണല്ലോ ബംഗാൾ ഗവർണർ ആയത്. ശരിയെന്ന്.